അപ്പോൾ നേരത്തെ എത്തിയേക്കണം കേട്ടോ. ആ അജ്മലിൻ്റെ വീട്ടിൽ കയറല്ലേ? ആ അവിടെ കയറാം. നമുക്ക് ഇവിടെ കയറിയിട്ട് നമുക്ക് അജ്മലിൻ്റെ അവിടെ കയറാം നമുക്ക് കേട്ടോ. എന്തായി? ഞങ്ങൾ പെരത്താമസം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? ആ പോയി, നേരത്തെ വന്നത്. അപ്പോൾ അടുത്ത ഞായറാഴ്ചയാണ് പെരത്താമസം. എല്ലാവരും കറക്റ്റായിട്ട് വന്നോട്ടോ. പിന്നെ പോന്ന ആ ഓക്കെ ഓക്കെ ശരി ശരി ശരി. മമ്മ പോവാ. അപ്പം എല്ലാം പറഞ്ഞ പോലെ നേരത്തെ എത്തണം കേട്ടോ. വാ ദേവന് പാപ്പി, എടാ നീ നേരത്തെ എത്തണോട്ടാ. ശരിടാ. ഉമ്മി, നമുക്ക് അവൻ്റെ പെരതാമസത്തിന് പോകണ്ടേ? മിക്കവാറും പെരതാമസത്തിന് പോകാൻ വഴിയില്ല. ആന്തുമ്മി? അവിടെ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു 500 രൂപയെങ്കിലും കൊടുക്കണ്ടേ? ഇപ്രാവശ്യം ശമ്പളം കിട്ടിയ കാശ് ഫീസ് അടിച്ച് സാധനങ്ങൾ വാങ്ങി കയ്യിൽ കാശൊക്കെ തീർന്നു പോണേ. അതുകൊണ്ടാണ് ചിലപ്പോൾ പോകാൻ സാഹചര്യം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞത്. അജ്മലേ, നീ എന്താ നോക്കണേ? ഇല്ലടാ, ഞാൻ വെറുതെ നോക്കിയതാണ്. പെരതാമസത്തിന്റെ വിളികളൊക്കെ കഴിഞ്ഞാ? ഇവിടെയൊക്കെ കഴിഞ്ഞടാ, ഇനി കുറച്ചും കൂടി വിളിക്കാനുണ്ട്. എടാ നീ നേരത്തെ പെരുതാമസത്തിന് വരണോട്ടാ. ചിലപ്പോ വരാൻ ചാൻസ് ഇല്ല. അതെന്താ? താമസത്തിന് വരാനായിട്ട് ഉമ്മീൻ്റെ കയ്യിൽ പൈസ ഇല്ല. എടാ അത് കുഴപ്പമൊന്നുമില്ല, പൈസ ഒന്നും വേണ്ട, നീ പെരുതാമസത്തിന് വാ. ഇല്ലടാ, എനിക്ക് ഉമ്മി ഇല്ലാണ്ട് വരാൻ പറ്റൂല. അജ്മലേ, ഞാൻ ഇപ്പൊ വരാട്ടെ വീട്ടിൽ പോയിട്ട്. ദൂരേക്കുള്ളതൊക്കെ നമ്മൾ ഫോൺ ചെയ്താൽ പറയണത്. നേരത്തെ എത്തണം. 19-ാം തീയതിയാണ് കേട്ടാ. ആ വാപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ആ ഓക്കെ ഓക്കെ ശരി ശരി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും നമ്മളെല്ലാ വീട്ടിൽ നിന്നും പെരതാമസം വിളിക്കാൻ പോയപ്പോൾ ഗിഫ്റ്റും കാശൊന്നും വേണ്ടാന്നല്ലേ പറഞ്ഞത്? ആ അതെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ വാപ്പി അജ്മലിൻ്റെ വീട്ടിൽ പോയപ്പോൾ അതെന്താ പറയായിരുന്നേ? ഞാനത് അവരുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായില്ല. ഇല്ല വാപ്പി, വാപ്പി അത് പറഞ്ഞിട്ടില്ല. അപ്പത്തേക്കും വാപ്പിക്ക് ഒരു ഫോൺ കോൾ വന്നപ്പോൾ എന്നെ വിളിച്ചോണ്ടും പോയി. ആണോ? അതെന്താ ഇപ്പം പറയാൻ കാര്യം? ഞാൻ ഇപ്പം അജ്മലിനെ കണ്ടായിരുന്നു. അവൻ്റെ ഉമ്മീൻ്റെ കയ്യിൽ കാശില്ല, ചിലപ്പോൾ വരാനേ ചാൻസ് എന്ന് അവൻ പറഞ്ഞു. ആണോ? അങ്ങനെ വാപ്പി പോയി പറഞ്ഞോളാം കേട്ടോ. ഹലോ ഹലോ. എന്തൊക്കാ? ആ മോനെ, ഉമ്മി എന്ത് ചെയ്യേ? ഉമ്മയുണ്ട്, ഞാൻ വിളിക്കാം. എന്തായി? അതെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. നമ്മുടെ പെരത്താമസത്തിന് നമ്മൾ പാരിതോഷികളൊന്നും സ്വീകരിക്കില്ല കേട്ടോ. ഗിഫ്റ്റും കാശൊന്നും സ്വീകരിക്കില്ല. ഞാനത് പറയാൻ വേണ്ടി മറന്നുപോയി. എനിക്കൊരു ഫോൺ കോളൊന്നുമില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ മറന്നുപോയത്. അപ്പോൾ 2 പേരോടെയാണ് വന്നത് പെരത്താമസത്തിന്. ഒരു സാധനം പോലും നിങ്ങൾ കൊണ്ടുവരരുത് കേട്ടോ. അപ്പോൾ ഒരാളുടെ നിന്ന് പോലും നമ്മൾ പൈസയും ഒന്നും മേടിക്കില്ല. അപ്പോൾ 2 പേരുടെയും വന്നം. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ശരി, നേരത്തെ എത്തണം കേട്ടോ.